നമസ്കാരം, മലയാള വാർത്ത ലൈവ് സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്ന മുണ്ടക്കൈ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ആ താണ പ്രദേശത്ത് നിന്നാണ് ഈ ഉരുൾപൊട്ടിയത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഈ ഉരുൾപൊട്ടിയ സ്ഥലം കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് ഇപ്പോൾ മലയാള വാർത്തയടുത്ത് ഈ പ്രദേശത്ത് ഒരു ചേട്ടൻ നമ്മൾ പ്രതികരിക്കുകയാണ്. ചേട്ടാ, ആ താണ സ്ഥലത്ത് നിന്നല്ലേ ഇത് പൊട്ടി വന്നത്? അതെ, വെള്ളരിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് ഈ ഉരുൾപൊട്ടൽ വന്നത് തിങ്കളാഴ്ച രാത്രിയിൽ. ഇത് മുണ്ടക്കൈ സിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിന്റെ ഈ ഇടതുവശം മുകളിലോട്ട്. ഇതിവിടെ അങ്ങോട്ടാണ് ചൂരൽമലയ്ക്ക് മുഴുവൻ നാശങ്ങൾ. ഈ താഴ്ന്ന പ്രദേശത്തേക്ക് അത്രയും വീടുകളും മറ്റുമായിരുന്നു. ഈ താഴ്ന്ന പിന്നെ തോടിനോട് ഈ ഇടതെ കരയ്ക്ക് മുഴുവൻ കൃഷിയും ചെറുകിടക്കാരുടെ വീടുകളുമായിരുന്നു. ഇവിടുന്ന് ഈ അവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു വീടുകളോ ഇപ്പൊ ഈ മുണ്ടക്കൈ സിറ്റിയിൽ ഒരു കട പോലും ഇല്ല. ഒരു പള്ളിയുടെ ബാലൻസ് ആണ് ഈ കാണുന്നത്. ഈ പള്ളി, ഈ കാണുന്ന മുസ്ലിം പള്ളിയും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ പള്ളിയിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? മൂലിയരുണ്ടായിരുന്നു പറയുന്നു. അതിനൊക്കെ വ്യക്തമായ കിട്ടിയോ? ഓക്കെ. ഈ കാണുന്ന മുസ്ലിം പള്ളിയിൽ ഒരു മൗലിയാർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമാണ് കിട്ടിയെന്നും പറയുന്നുണ്ട്. കേട്ടാ, ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം എന്തായിരുന്നു ഇവിടെ? ഇതാണ് മുണ്ടക്കൈ ടൗണിലെ കടകളും കാര്യങ്ങളുമായിരുന്നു. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ നമ്മളെ KSRTC ബസ്സൊക്കെ വന്ന് ഹാൾട്ട് ചെയ്യുന്ന സ്ഥലം. ഇനി ഇവിടെയോട്ട് ബസ് സർവീസോ മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് കുഴപ്പമില്ല. വന്നത് ഈ വെള്ളരിപ്പാറയുടെ ഭാഗത്തു നിന്നായതുകൊണ്ട് ഈ നമ്മളെ എന്താണ് പറയുന്ന സ്ഥലം പുഞ്ചിരിമട്ടം ഏരിയക്കാരും ആണ് ഇപ്പൊ കുടുങ്ങി ഇരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ജീവിതം ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല. എത്രത്തോളം വീടുകളുണ്ടായിരുന്നു ഈ പ്രദേശത്ത്? ഈ പ്രദേശത്തോട് 300 വീടുണ്ടായിരുന്നു. നമ്മൾ ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഭാഗത്തും ചുരഭാഗത്തും ഒരു 300 വീടും അതിനടുത്ത ആൾക്കാർ 3-4 ഒരു വീട്ടിൽ 3-4 പേരുള്ളുണ്ട്. 12 പേരുള്ള വീട് വരെ പോയി. ആൾക്കാരുണ്ട് ഒരു വീട്ടിൽ നിന്ന് മുഴുവൻ പോയി. വീടും പോയി, ഒഴിഞ്ഞു പോയതും അല്ലാതെ വീട് തകർന്ന് 12 പേരെ ഒരു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അത്ര കുടുംബങ്ങളുണ്ടായിരുന്നു. രാത്രി ആയിക്കോട്ടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഈ കല്ലൊക്കെ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. മുണ്ടക്കൈ സിറ്റിയാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അപ്പൊ ഇവിടെ കടകൾ മറ്റു കട ഉണ്ടായിരുന്നു. കട ടൗൺ ആയിരുന്നു. അതെല്ലാം ഇല്ല. ഇപ്പൊ ടൗണാ തോന്നിയല്ല. അതുപോലെ പോയി. വീടും കടകളും എല്ലാം പോയി. ഈ ടൗണിൽ ഒരുപാട് കടകളും ഒരുപാട് ജനവാസ മേഖലയും ഉണ്ടായിരുന്നു. ഈ കടകളിൽ ഇവിടുത്തെ ഒത്തിരി വീടുകളും ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ജോലിക്കാര് അതെല്ലാം പോയി. ക്വാർട്ടേഴ്സ് എല്ലാം പോയി. അതിന് ജോലിക്കാരും ഉണ്ടായിരുന്നു. കുറെ പേര് രക്ഷപ്പെട്ട്, കുറെ പേര് മണ്ണടി കിട്ടി, പരിക്കോടെ കിട്ടി, അങ്ങനെയൊക്കെ കുറെ പേരെ കിട്ടി. ഇത്രയും മണ്ണ് ഇവിടെ ഒലിച്ചെന്ന് പോവേണ്ട. മേളിൽ നിന്ന് വരുന്ന മണ്ണും പിന്നെ ഇവിടുന്ന് തട്ടിയടിച്ച് പോവാ. വരുന്ന മരം കൂട്ടി പിന്നെ ഇവിടുന്ന് പിന്നെ ഇത് അടി പോവുക. മരം താഴെ ചുരമല കിടക്കുന്ന മരം ഒന്ന് കാണുന്ന അതുപോലെ മരം കിടക്കുന്നത് മുഴുവൻ മരങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് വന്നിരിക്കുക. മരങ്ങൾ മുഴുവൻ തല്ലി ഒഴിച്ച് പോരുക. അതായത് നമ്മൾ ആ കാണുന്ന ആ പ്രദേശത്തിന് ആ സ്ഥലത്തിന് മുകളിൽ നിന്നാണ് ഇത് പൊട്ടി വരുന്നത്. ഫോറസ്റ്റിൽ നിന്ന് അതിന്റെ മേളിൽ വെള്ളൊലിപ്പാറ എന്ന് പറയും. വെള്ളൊലിക്കുന്നത് പാറ. അത് പണ്ട് ഒരു കാഴ്ചയായിട്ടുള്ളതാ. വെള്ളൊലി മേളിൽ ആൾക്കാർ വരുന്ന കാണാൻ. അതിന്റെ മേളിൽ ഫോറസ്റ്റ് കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ആ വെള്ളൊലിപ്പാറയാണ് ഫോറസ്റ്റ് കൂട്ടിപ്പോയി. ഞങ്ങൾക്ക് ഏരിയയിൽ ഉണ്ടായിരുന്നോരാ ഫോറസ്റ്റ് കൂട്ടി പോന്നിരിക്കാം. അവിടെ അതിന്റെ താഴെയൊക്കെ ജനവാസം ഉണ്ടായിരുന്നു. കുറെ പേര് നേരത്തെ തലേദിവസം മാറിയവരുണ്ട്. കുറെ പേര് ഇത് കഴിഞ്ഞ് മാറിയവരും അണിനടി പോയി രക്ഷപ്പെട്ടവരും ഉണ്ട്. എല്ലാവരും പോയി. എല്ലാം പോയി. ചേട്ടൻ പറയുന്ന ആ പാറ, അതായത് ഇതിനു മുമ്പ് അവിടെ ഇങ്ങനെ സംഭവം പൊട്ടിയെന്ന് വെച്ചിട്ടുണ്ട്. 3 കൊല്ലം മുമ്പ് പൊട്ടിയായിരുന്നു. ചെറുതായിട്ട്, ഇത്രയില്ല. 3 കൊല്ലം പോയി വെള്ളത്തിൽ ഒലിച്ചതാ. അന്ന് ഇവിടെ ജനങ്ങളെ കുറച്ച് മാറ്റി. ആൾവായ ഉണ്ടായി, ചെറുതായിട്ടേ ഉള്ളു. വലിയ കാര്യമായിട്ട് ആൾവായ ഉണ്ടായില്ല. വീടും കുറെ സ്ഥലമൊക്കെ പോയെന്നേ ഉള്ളൂ. ജനങ്ങളെ ഒഴിപ്പിച്ചായിരുന്നു. ഇത്രയും ഭീകരമില്ലായിരുന്നു അന്ന്. ഈ പ്രാവശ്യം ഭീകരമായിട്ട് വന്നത് 3 പൊട്ടൽ പൊട്ടി ഒന്നിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട്. അതാ ഭീകരമായിട്ട് വന്നത്. ഇത്രയും ഭീകരമാണ്. ഇതൊരു സിറ്റി ആയിരുന്നു. അതായത് ഒരുപാട് ജനങ്ങളും കടകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പ് കിട്ടാത്തല്ലേ ഇതിനൊരു പ്രയാസം? മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എവിടെയാ കുറെ പേര് മാറി. മുന്നറിയിപ്പ് കൊണ്ട് കുറച്ച് പേര് മാറി. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത്ര പേടിയില്ല. അത്രയും പേടിയില്ല. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് അത്രയും പേടിയില്ല. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാ ഈ മുന്നറിയിപ്പ് വലിയ ഭീകരത ഉണ്ടാവുന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നു? ഇല്ല, അങ്ങനെ ഒരിക്കലും കിട്ടിയിട്ടില്ല. ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖല എന്നുള്ള രീതിയിൽ പുഴകളോടും ഇടിച്ചിൽ സാധ്യതയുള്ളവരെയൊക്കെ മാറ്റിയിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു കൂടിയാണ് ഉരുൾപൊട്ടിയതും ഇത്ര ജനങ്ങൾ പോകാൻ കാരണം. ഈ സിറ്റിയിൽ എത്രത്തോളം കടകളുണ്ടെന്ന് ഞാൻ ഓർമ്മയുണ്ടോ? 15-20ഓളം കടകൾ ചെറുതും വലുതുമായിട്ട് ഹോട്ടല്, തുണിക്കടയല്ലാത്ത എല്ലാ കടകളും ഉണ്ടായിരുന്നു. ഇതിപ്പോ രാത്രി സംഭവിച്ചുകൊണ്ട് ആ കടയിൽ ജനങ്ങളൊന്നുമില്ല. ഇത് രാവിലെ ആയിരുന്നെങ്കിൽ, രാവിലെ പകലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ ജനങ്ങളൊക്കെ സ്കൂളും ഈ സ്കൂളിലുള്ള പിള്ളേർ മുഴുവൻ പകലായിരുന്നെങ്കിൽ പെട്ടെന്നുള്ള വരവില്ല. ഓടാൻ പറ്റിയല്ലോ. ചുറ്റും വെള്ളം. രാത്രി ആയതുകൊണ്ട് ഓടാൻ പറ്റില്ല. കറണ്ടും ഇല്ല. അന്നേരം കറണ്ട് നശിച്ചു. പകലാണെങ്കിൽ ഇരട്ടി അപകടമാണ്. ഈ ഉരുൾപൊട്ടലിന് മുമ്പ് ഇതൊരു സിറ്റി ആയിട്ട് നടന്ന സ്ഥലമാണ്. ഇപ്പൊ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നു? ഇപ്പൊ ഒരു കുന്നും പ്രദേശമാണല്ലോ ഉള്ളൂ. ഒന്നുമില്ല. കല്ലല്ല ഒരുമില്ല. ഒരു കടയുടെ അവശിഷ്ടം പോലും ഇല്ല. ഇപ്പൊ കണ്ടാല് സിറ്റിയുള്ള പറയാൻ സാധിക്കുന്നില്ല.
ഞങ്ങളിവിടെ പിന്നെ ഇത്രയും 40 വർഷത്തോളം നമ്മളിവിടെയുള്ള ആളുകൾക്ക് പോലും ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതുപോലെ ഇതൊരു മുണ്ടക്കൈ സിറ്റി ആയിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. സംഭവ സ്ഥലത്തിന് ക്യാമറമാൻ രാജുവിനും റിപ്പോർട്ടർ അഭിലാഷ്.